നമ്മള് ബോട്ട് യാത്ര തുടർന്നുകൊണ്ടേ ഇരിക്കുമെന്ന്. എല്ലാം ഡാൻസ് കളിക്കണം എന്ന് പറഞ്ഞിട്ട് താഴോട്ടേക്ക് പോയിട്ടുണ്ട്. ആശി ശ്രീത്തിന്റെ കയ്യും പിടിച്ച് ഇങ്ങനെ നടക്കലാന്ന്. ഹായ് പ്രിയപ്പെട്ടവരെ, സിസ്പ്രോ മീഡിയയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പഞ്ച് സൈഡായി പോയിട്ടുള്ളത്, അതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് ഭയങ്കര കിച്ചുണ്ട്. നമ്മൾ ഇന്ന് ഇടാൻ പോകുന്ന വീഡിയോ എന്ന് വെച്ചാൽ നമ്മളെ ഇവിടുത്തെ 10ാം മൈൽ EMS സ്മാരക പൊതുജന വായനശാല ഗ്രന്ഥാലയത്തിൻ്റെ കെയർ ഓഫിൽ ബാലവേദി കുട്ടികൾക്ക് വേണ്ടിയിട്ടൊരു 1 ഡേ ടൂർ നടത്തിയിട്ടുണ്ടായിരുന്നു കണ്ണൂർ. അപ്പോൾ ആദ്യം നമ്മൾ പ്ലാൻ ചെയ്തത് കണ്ണൂർ ജയിലൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടായിരുന്നു. പിന്നീട് ഇപ്പോൾ ജയിലിന് അനുമതി ഇല്ല, ഇങ്ങനെ കാഴ്ച കാണിക്കാൻ വേണ്ടി പോകാനുള്ള അനുമതി ഇല്ല എന്ന് അറിഞ്ഞതിന് ശേഷം നമ്മളത് ആ ഒരു അതായത് കണ്ണൂർ ജയിലിൽ കാണിക്കുക എന്നുള്ളത് ഒഴിവാക്കിക്കൊണ്ട് പറശ്ശിനിക്കടവിൽ നിന്ന് വളവട്ടത്തേക്ക് ബോട്ട്, അതായത് ലൈൻ ബോട്ട്, സാധാരണ ബോട്ടിൽ ഒരു യാത്ര, അതിനുശേഷം കണ്ണൂർ കോട്ടക്ക് ഇങ്ങനെ കറങ്ങുക എന്നൊക്കെ രീതിയിലുള്ളൊരു 1 ഡേ ടൂർ പ്ലാൻ ചെയ്തിട്ട് അതുമായി ബന്ധപ്പെട്ടിട്ട് നല്ല ആഘോഷത്തോടു കൂടിയുള്ളൊരു യാത്ര സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. എല്ലാ വായനശാലകൾക്കും മാതൃകാപരമായ രീതിയിലുള്ള ഒരു പ്രവർത്തനം തന്നെയാണിത്. മിക്ക വായനശാലകളും ഇതുപോലുള്ള നല്ല നല്ല പ്രവർത്തനങ്ങളൊക്കെ കാഴ്ചവെക്കുന്നുണ്ട്. അപ്പോൾ ബാക്കി വിശേഷം നമുക്ക് വീഡിയോയിലൂടെ കാണാം. ഓക്കെ, അങ്ങനെ എല്ലാവരും അങ്ങനെ ബോട്ട് കയറിക്കൊണ്ടിരിക്കുമെന്ന് നമ്മളെ ടീം മൊത്തം. ഇങ്ങനെ ബോട്ട് പുറപ്പെട്ടു കഴിഞ്ഞു. ഇനി നമ്മൾ വളവട്ടണമെന്ന് ഇറങ്ങുക. വളവട്ടണത്തേക്കാണ് നമ്മൾ ടിക്കറ്റ് എടുത്തത്. വളവട്ടം ഇനി കണ്ണൂരേക്ക് പോയിട്ട് കണ്ണൂർ കോട്ടയിലൊന്ന് കറങ്ങി സഞ്ചരിച്ച് അങ്ങനെയാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. 2-3 ആളും കൂടി വരുന്നുണ്ട്. അങ്ങനെ നമ്മള് ബോട്ട് യാത്ര തുടർന്നുകൊണ്ടേ ഇരിക്കുമെന്ന്. ഇതൊരു വേറിട്ട അനുഭവം തന്നെയാണ്. നമ്മള് സാധാരണ ചെറിയ ചെറിയ ബോട്ടിലെല്ലാം കുട്ടികളെ അടക്കം ടൂർ പോകുമ്പോൾ അതുപോലെയുള്ള സ്ഥലത്ത് പോകുമ്പോൾ എല്ലാം പോക്കുണ്ട്. പക്ഷെ ഈ ഒരു യാത്ര ചെയ്യുന്ന ആദ്യമായിട്ടാണ്. അവിടെ കുറച്ച് ആൾക്കാർ ബോട്ടിൽ കയറാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. നമ്മൾ ഈ ബോട്ട് യാത്ര ഒരു വിനോദത്തിന് വേണ്ടി ഉപയോഗിക്കുന്നതാണെങ്കിൽ ഇവര് യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് നമ്മൾ സാധാരണ ബസ് എന്നെല്ലാം ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ബസ്സിന് പോകുന്ന പോലെ ഇവര് ബോട്ടിനെ ആ രീതിയിൽ ആശ്രയിച്ചിട്ട് യാത്ര ചെയ്യുന്നതാണ്. അങ്ങനെ നമ്മൾ കണ്ടൽക്കാടുകൾക്കിടയിലൂടെ ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുവാന്ന്. ബൈപ്പാസിന്റെ പണി നടക്കുന്നുണ്ട്. അപ്പോൾ ഇത് ക്രോസ് ചെയ്തിട്ട് പാലത്തിന്റെ പണിയാണ് ഇപ്പൊ നടക്കുന്നത്. പുഴ ക്രോസ് ചെയ്തിട്ട് പാലത്തിന്റെ പണി നടക്കുന്ന ഇപ്പൊ നമ്മൾ കാണുന്നത്. അതിന്റെ പാലത്തിന്റെ പണി ഇങ്ങനെ പുരോഗമിച്ചുകൊണ്ടിരിക്കുമെന്ന്. അതിന്റെ സാമഗ്രികളെല്ലാം കടത്താനുള്ള ബോട്ടാന്ന് തോന്നുന്നത്. ഏതായാലും നല്ല വ്യത്യസ്തമായൊരു അനുഭവം തന്നെയാണ് നമുക്ക്. എല്ലാം ഡാൻസ് കളിക്കണം എന്ന് പറഞ്ഞിട്ട് താഴോട്ടേക്ക് പോയിട്ടുണ്ട്. ഇപ്പൊ കുറച്ചാളെ ഇടിയില്ലു. അതിപ്പോ നമ്മള് താഴോട്ടേക്ക് ഇറങ്ങുന്നു. കാരണം വെച്ചാൽ ആ പാലത്തിന് ഏകദേശം ടച്ച് ചെയ്തില്ല എന്നുള്ള രീതിയിലാണ് ബോട്ട് പോവുക. അതുകൊണ്ട് തന്നെ ഇനി മുകളിൽ നിൽക്കാൻ വേണ്ടി പറ്റൂല. ഞാൻ മുകളിൽ നിന്ന് താഴോട്ടേക്ക് ഇറങ്ങി പോകുമ്പോ വിജയിച്ചു ആവശ്യമല്ലോ ഡാൻസ് കളിക്കില്ല, എന്നെ കണ്ടപ്പാടത് മതിയാക്കി. അങ്ങനെ നിലവിൽ നമ്മളിപ്പം വളവട്ടണം എത്തി ബോട്ട് സൈഡായിക്കൊണ്ടിരിക്കുന്നു. ബോട്ട് ചുറ്റിയോട് അടുപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ നമ്മുടെ ബോട്ട് യാത്ര ഇവിടെ അവസാനിച്ചു. ഒരാളും ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. വളവട്ടണം പാലാണ് നമ്മളിപ്പോ കാണുന്നത്. നമ്മൾ വന്ന ബോട്ടാണ് അങ്ങ് ദൂരെ പോയിക്കൊണ്ടിരിക്കുന്നത്. ബസ്സും മറ്റു വാഹനങ്ങളും പോകുന്നുണ്ട്. അതുപോലെ തന്നെ അപ്പുറം
ട്രെയിന് പോകുന്നത് നമ്മൾ കാണുന്നുണ്ട്, ചെറുങ്ങനെ കാണുന്നുള്ളൂ. ഇവരെല്ലാം കൗതുകത്തോടെ നോക്കി നിൽക്കുന്നുണ്ട്, ബസ് പോകുന്നതും ട്രെയിൻ പോകുന്നതല്ല. മാറ്റിപ്പോ ഇത് ബംഗാളി പണിക്കോന്ന പോലെയാന്നില്ലേ, എല്ലാം എടുത്തിട്ടിങ്ങനെ എല്ലാരും വരിവരിയായി നടന്നിങ്ങനെ പോക്കാന്ന്. നമ്മളിപ്പോ വളാട്ടോണ് ഇറങ്ങി, ഇനി നമ്മള് കണ്ണൂരേക്ക് പോകാൻ വേണ്ടിട്ട് ബസ് കയറാൻ വേണ്ടി പോകുന്നു. നമ്മൾ കണ്ണൂരേക്ക് ബസ് കയറിക്കൊണ്ടിരിക്കുവാന്ന് വളാട്ടോന്ന്. ആഴ്ചയെല്ലാം നേരത്തെ കയറിച്ച് സൈഡിൽ സീറ്റ് പിടിച്ചിന്. കണ്ണൂര് ആശുപത്രി സ്റ്റോപ്പിലെത്തി, കണ്ണൂർ ആശുപത്രി സ്റ്റാൻഡിലെത്തി, എല്ലാവരും ഇറങ്ങിക്കൊണ്ട് പോന്ന്. അങ്ങനെ നമ്മള് കണ്ണൂര് ബസ് സ്റ്റാൻഡിലെത്തി, എല്ലാവരും ചായ കുടിക്കാൻ വേണ്ടി തയ്യാറെടുക്കുന്ന്. എല്ലാവരും ഇവിടുന്ന് പൊറോട്ടയും കറിയും കഴിച്ചോണ്ടിരിക്കലാന്ന്. സർലേച്ചി നേരത്തെ കൊടുക്കാൻ വേണ്ടി ഇങ്ങനെ ഇടുന്നുണ്ട്. കോട്ടയിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുവന്ന്. എല്ലാരും ഇങ്ങനെ വരിവരിയായിട്ട് നടന്നു വരുമെന്ന്. ആശി ശ്രീത്തിന്റെ കയ്യും പിടിച്ച് ഇങ്ങനെ നടക്കലാന്ന്. അങ്ങനെ നമ്മള് കോട്ടയന്റെ അടുത്തെത്തി. കുറച്ചാൾക്കാർ ബേക്കിലായില്ലേ, അവരും കാത്തിങ്ങനെ നിക്കലാന്ന്. 15 വയസ്സുള്ള കുട്ടികൾക്ക് കോട്ടയിലേക്ക് സൗജന്യമാണ്, ഫീസില്ല, പാസ് വേണ്ട. അതുകൊണ്ട് തന്നെ നമ്മൾ മുതിർന്ന 8 ആൾക്ക് മാത്രമേ ടിക്കറ്റ് എടുക്കേണ്ടി വന്നിട്ടുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, കമൻറ്റ്, ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാൻ ബാക്കിയുള്ളവരെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണമെന്ന് പിന്നെ അറിയിക്കുമെന്ന്. ഒരുപാട് ലെങ്ത്തുള്ള വീഡിയോ ആണ്, ഒരുപാട് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കുറേ ഭാഗങ്ങളായിട്ട് അപ്ലോഡ് ചെയ്യാമെന്നാണ് പിന്നെ വിചാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ വീഡിയോയിൽ കോട്ടയിലേക്ക് ഇറങ്ങുന്നതും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നുമില്ല. അത് അടുത്ത വീഡിയോയിലാണ് ഉണ്ടാവുക. അപ്പോൾ ബാക്കി അടുത്ത വീഡിയോയിലൂടെ കാണാം. ഓക്കെ, ടാറ്റ.